ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ 9ാമത്തെ പാർട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് റെസൊണൻസ്, അനുനാദം. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണും. ഓക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ വരണം. നോക്കടാ, ഇതാണ് നമ്മുടെ എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇയാൾക്ക് നല്ല താല്പര്യം ഡാൻസ് ചെയ്യാൻ, ശിവൻ ഇങ്ങനെ പാട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാൾക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ പറയണ ഡാൻസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ കൂടെ ഡാൻസ് നമുക്ക് താല്പര്യമൊന്നും ഇല്ലാതെ ഡാൻസ് ചെയ്യുന്ന ആളുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ പ്രണോദിത കമ്പനി നമുക്കറിയാം. പക്ഷെ നമുക്ക് അതേ വൈബുള്ള ഒരാളാണ് കിട്ടിയാലോ, കിണ്ണ വൈബ്. നമ്മൾ അതേപോലെ നമ്മളിങ്ങനെ പറയുമ്പോൾ അയാൾ കൂടെ ഇങ്ങനെ കൂടെ നമ്മളെ കൂടെ അതുപോലെ കട്ടങ്ങനെ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ പോലെ അയാൾ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ അതേ വൈബാണെങ്കിൽ നമ്മൾ മാക്സിമം അടിച്ചു കൊടുക്കും അല്ലെ. അത്രേ ഉള്ളൂ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളെ വൈബിളാണ് നമുക്ക് കിട്ടണം. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ്. ആരാണ് ഫോഴ്സിംഗ് ഒബ്ജക്റ്റ്? ഇയാളാണ് ഡാൻസ് കളിക്കല്ലേ അപ്പൊ ഇയാൾ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ് പറയും. ഇയാൾ നമ്മളങ്ങനെ പറയാനാണ് കളിക്കുക ഫോഴ്സ് നമ്മൾ ഡാൻസ് കളിക്കുക പറഞ്ഞാൽ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി അയാളുടെ സ്വഭാവം, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിംഗ് ഒബ്ജക്റ്റ് ആൻഡ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. ഇയാൾ കൂടെ നിന്ന ആളുടെ രണ്ടാൾ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയി കഴിഞ്ഞാൽ then ഒബ്ജക്റ്റ് ഈസ് കോൾഡ് റെസൊണൻസ്. അവർ റെസൊണൻസ് ആണെന്ന് പറയാം, അവർ ഒരേ വൈബിലാണെന്ന് പറയാം. അത്രേ ഉള്ളൂ. മലയാളത്തിൽ നോക്കണം. മലയാളത്തിൽ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു. അതായത് ഒരാളിനോട് ഡാൻസ് കളിക്കോ ചോദിക്കുമ്പോൾ ഞാനാണ് എന്ത് അയാൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടാണ്ട് കളിക്കേണ്ടി വരൂലേ, അങ്ങനെ വിധേയമാകുന്ന വസ്തുവും പ്രണോദിത കമ്പനം പ്രേരണം ചെലുത്തുന്ന വസ്തു. അതായത് എന്നോട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ ആളും രണ്ടാളുടെയും സ്വാഭാവിക ആവൃത്തി തുല്യമായി കഴിഞ്ഞാൽ അവർ അനുനാദത്തിലാണെന്ന് പറയാം. അങ്ങനെ അവർ അനുനാദത്തിൽ അല്ലെങ്കിൽ റെസൊണൻസിലാണെങ്കിൽ അവരുടെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. അവർ മാക്സിമം അടിച്ചു പൊളിക്കുന്നത്. അതായത് അവരുടെ വസ്തുവിന്റെ ആയതി പരമാവധി ആയിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പണ്ട് മക്കളെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ABCDEF കണ്ടല്ലോ. ഇതൊക്കെ ഒറ്റ ബ്ലേഡ് മേലാണ്. ഇതിൽ ഈ ഏത് ഒരു ബ്ലേഡാണ് വലിച്ചു കഴിഞ്ഞാൽ കൂടെ ആരൊക്കെ വൈബ്രേറ്റ് ചെയ്യും? എല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ പറയുന്നത് എല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. അതിനെന്താ വിളിക്കുക? എല്ലാവരും ചൊല്ലണേ. നമ്മൾ കൂടെ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യണം. എല്ലാവർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. അത് നമ്മൾ ഫോഴ്സ് എല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ്. സോ എല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താ? ഫോഴ്സ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. എന്നോട് ചോദിക്കും ഇതിൽ എയും സിയും ഇയും എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം? അവർ ഒരുപോലെയാണ്. കാരണം എന്താ? അവർ ഒരേ വൈബാണ്, ഒരേ വേവ് ലെങ്ത് ആണ്, ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ഇനി ബിയും ഡിയും എഫും അവർ ഒരേ വൈബാണ്, ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, ഒരേ സ്വാഭാവിക. അപ്പൊ അവര് എയും സിയും തമ്മിലുള്ള വൈബ്രേഷൻ ഏതാണ്? അവർ റെസൊണൻസിലാണ്. അതുപോലത്തെ വേറൊരു പിക്ചർ. ഇയാൾക്ക് ഞാൻ എ കൊടുത്തു, ഇയാൾക്ക് ബി കൊടുത്തു, ഇയാൾക്ക് സി കൊടുത്തു, ഇയാൾക്ക് ഡി കൊടുത്തു, ഇയാൾക്ക് ഇ കൊടുത്തു. എന്റെ ചോദ്യം എന്താണ്? എനെ പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക. അപ്പോ ഗുഡ് ബൈ.